ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതായത് ഈ പ്രകാശ് കാരാട്ട് പറഞ്ഞത് ഈ സർക്കാരിനെതിരായ ജനവികാരം കേരളത്തിൽ തിരിച്ചടിയായി, ജനങ്ങളെ മനസ്സിലാക്കാത്ത പാർട്ടിയായി CPM മാറിയോ എന്ന സംശയം, അടിസ്ഥാന വോട്ടുകൾ ചോർന്നത് ഗൗരവത്തോടെ കാണണം, ത്രിപുരയിലും ഇതാണ് സംഭവിച്ചത്, അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. അതായത് പാർട്ടി കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധി, ഈ BJPയിലേക്ക് വോട്ട് പോയി ഇടത് വോട്ടുകൾ ചോർന്നു എന്നൊക്കെ പറയുന്നത് തൽക്കാലത്തേക്കല്ലെന്ന് അവർ തന്നെ തിരിച്ചറിയുന്ന ഒരു വാക്കാണ്, ഒരു വാചകമാണ് യെച്ചൂരി പറഞ്ഞു വെക്കുന്നത്. ശരിയോ? അല്ല, വളരെ ആഴത്തിലുള്ള ക്യാമ്പയിൻ CPM പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് BJPയോടുള്ള സമീപനത്തിൽ നടത്തിയിട്ടുണ്ട്. ഇത്രയേറെ ക്ലാസ്സുകളും പഠനങ്ങളും സെമിനാറുകളും ഒക്കെ നടത്തിയതിന് ശേഷവും CPMന് ലഭിക്കേണ്ട വോട്ടുകൾ BJPക്ക് പോയിരിക്കുന്നു എന്ന് സമ്മതിക്കേണ്ടി വരുന്നത് പ്രത്യക്ഷമായോ പരോക്ഷമായ ഒരു സമ്മതം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങേയറ്റം ആപത്കരമാണ്, വരാനിരിക്കുന്ന വലിയൊരു ആപത്തിൻ്റെ സൂചനയുമാണ്. ഇപ്പോൾ ഈ അടിസ്ഥാന വോട്ടുകൾ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് BJPക്ക് പോകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമല്ല. 2016 തൃക്കാക്കരയിൽ ഞാൻ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിക്ടിം ആയിരുന്നു. പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകൾ, ഉറച്ച വോട്ടുകൾ, അത് എണ്ണി വരുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് പരിശോധിക്കുമ്പോൾ BJPക്ക്, കോൺഗ്രസിന് പോലുമല്ല BJPക്ക് സ്ഥാനാർത്ഥിക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുതയ്ക്ക് അന്ന് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിലൊന്നും പാർട്ടി ഒരു ഗൗരവത്തിൽ എടുക്കുകയോ ആ വിഷയം പഠിക്കുകയോ അതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടി ഒരു വലിയ ഒരു ആപത്താണ് ഇപ്പോൾ പാർട്ടി നേരിട്ടിരിക്കുന്നത്. ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് പരാജയത്തിന് പല കാരണങ്ങളുണ്ട്. ജയശങ്കർ ചൂണ്ടിക്കാണിച്ച എല്ലാ കാര്യങ്ങളിലൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയോ ഭരണത്തിലുള്ള അമർഷം മാത്രമല്ല ഈ LDFനെതിരെ വോട്ടർമാർ തിരിയുന്നതിന് കാരണമായിട്ടുള്ളത്. അതിനൊരു പോസിറ്റീവ് വശം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അത് കേന്ദ്രം ആര് ഭരിക്കണം, അവിടെ കോൺഗ്രസിനാണോ അല്ലെങ്കിൽ BJPക്കാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന ചോദ്യം കേരളത്തിലെ വോട്ടർമാരുടെ മുന്നിൽ വന്നപ്പോൾ അവർ കോൺഗ്രസിനെ ന്യായമായും പ്രിഫർ ചെയ്തു എന്നുള്ളതും പരിശോധിക്കേണ്ടതായ ഒരു വിഷയം തന്നെയാണ്. പക്ഷേ CPMനെ സംബന്ധിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാണിച്ച ആ അപകടം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് പ്രാപ്തിയും കരുത്തുമുള്ള പ്രസ്ഥാനം തന്നെയാണ് CPM. പശ്ചിമ ബംഗാളിൽ ജ്യോതി ബസുവിനെ നീക്കം ചെയ്യേണ്ട ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ പാർട്ടിക്ക് കെൽപ്പുണ്ടോ? ഇപ്പോൾ കെൽപ്പുണ്ടോ? അല്ല, ആ തീരുമാനമെടുക്കുന്നതിനുള്ള കെൽപ്പ് പാർട്ടിക്ക് എല്ലാ കാലത്തുമുണ്ട്, അത് ഇപ്പോഴുമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വളരെ അനായാസം അത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ രീതി അനുസരിച്ച്, ആ പ്രവർത്തന പരിപാടിയുടെ സ്വഭാവം അനുസരിച്ച് ആ തീരുമാനം അത് എത്ര കഠിനമാണെങ്കിൽ പോലും പാർട്ടി സ്വീകരിക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്.